ഇജ്ജോടെ എന്തുണ്ടാക്കുക? ഇനി കാന്താരി പറിക്കാൻ പോണം. എവിടുന്ന്? മീൻ വാങ്ങിയാൽ മതി. അവിടെ പോയാൽ പോരല്ലോ. എവിടുന്നാ വണ്ടി ഓടിച്ച് വരുന്നതെന്ന് അറിയാം? എത്ര കിലോമീറ്ററാണ് താണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നത്? ഇനി പിന്നെ വന്നിട്ട് തിരിച്ച് പിന്നെ അങ്ങോട്ടേക്ക് പോവുക. അതൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. മീനിന്റെ കാര്യം ഉണ്ടാവാൻ പാടില്ല. അതിന്റെ കമ്മലൊക്കെ എവിടെ? പെന്തക്കോസ പോലെ ആയിക്കണ ഇപ്പോൾ. ആ സാധനമൊക്കെ വാരി കളഞ്ഞേ. എപ്പോ? ആ പണിയൊക്കെ എനിക്ക് ഇമ്മാതിരി ഒരു പേടിത്തൂറി. ഞാൻ ഇവിടെ ഡോയും ഡേയും പഠിപ്പിച്ചു കൊടുക്കും. ഇതെന്താ എഴുതിക്കൊണ്ടിരിക്കുന്നു? എത്ര ദിവസമായി തുടങ്ങിയിട്ട്? എന്നിട്ട് ഈ കട്ടിൽ നിന്ന് റെഡി ആക്കണേ. ഒരു പേടിത്തൂറി ഒരു മുറ്റത്തേക്ക് ഇറങ്ങാൻ. ഞാൻ കറിവേപ്പിന്റെ ചോട്ടത്തെ പുല്ലൊക്കെ പറിച്ച് കറിവേപ്പില പറിക്കാനല്ലേ? ഇന്നലെ ചന്ദ്രഗ്രഹണമായിരുന്നേ. ഇന്നലെ 11:30 കാന്താരി ഇത്രയൊക്കെ അയക്കണം. പക്ഷെ ഇതെന്തറിയോ, എരിയില്ല. പകരുന്ന കൊറേ മുളക് കണ്ടത് ഇപ്പൊന്നും കാണാനില്ല. കുഞ്ഞിതല്ലേ? കുഞ്ഞാകുന്ന മുളകല്ലേ നശിപ്പിക്കാൻ വലുത് വയ്ക്കാൻ. ഇത് കുഞ്ഞാത്തേക്കും എന്റെ കറിവേപ്പിലൊക്കെ അതിന്റെ അപ്പം പുല്ലൊക്കെ ഞാൻ പറിച്ച് വൃത്തിയാക്കി. ഓ പുല്ല് പറിച്ചില്ലെങ്കിൽ ഇപ്പൊ വളരൂല. തള്ളിയാണ് മറിക്കുക. ഏതൊരു ചെടിക്കും പുല്ല്. അതാ എന്നിട്ട് ആ കിടക്കണ പുല്ലൊക്കെ എന്താ? കാന്താരിന്റെ ചോട്ടിൽ കിടക്കണത്. കാന്താരി ഏത് കാട്ടിലും വളരും, അതറിയില്ല. കാന്താരി പിന്നെ ഇങ്ങോട്ട് ലൈറ്റ് കാണിക്കേ. റബ്ബറിൻ തോട്ടത്തൂടെ ഒക്കെ വളരുന്നുണ്ടല്ലേ. പോയി കഴിഞ്ഞാൽ പിന്നെ പോയതന്നെ. പക്ഷെ എനിക്ക് നട്ട സ്ഥലം മാറിപ്പോയി. ഇതിവിടെ എല്ലാം നടണ്ടേന്ന്. പിന്നെ ഇവിടെ മുറ്റത്തോ? അവിടെ നല്ല ഇതുള്ള സ്ഥലത്ത് നടന്നു. ഇത് കാനലില്ലാത്തടത്ത് ഇല്ലാത്തടത്ത് ഇത് നിറച്ച് കാനലായിപ്പോയി. ആകത്തെ ഉള്ളത് കളയും ചെയ്തില്ലേ? ഈ കാന്താരി പറിക്കാനാ ഈ പാത്രം കൊണ്ടുവന്ന്? ആകെ കാന്താരി ഇതേ ഉള്ളൂ. അപ്പൊ പിന്നെ എങ്ങനെ അത് ചമ്മന്തി ഉണ്ടാക്കുക? രാവിലത്തെ ചട്ടീൻ്റെ ഭക്ഷണം നല്ലത് ഒടുക്കത്തെ എരിവാണ്. ഇത് പിക്നിക്ക് കുഞ്ഞാട്ടക്ക് മാത്രം ചമ്മന്തി. നമുക്കെന്താ അറിയോ, തൈരും അച്ചാറും സാമ്പാറും. കപ്പയും സാമ്പാറൊന്നും പറ്റില്ല. നോക്കി ടേസ്റ്റ് ഉണ്ടെങ്കിൽ കോമ്പിനേഷനാണ്. ടേസ്റ്റ് ഉണ്ടെങ്കിൽ കോമ്പിനേഷനാണ്.
ഇല്ലടി മറ്റേ പഞ്ചായത്ത് പ്രസിഡന്റ് വരും വിളമ്പാനായിട്ട്. ഞങ്ങളോടൊക്കെ മേഖല കാണുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് കഴിക്കാനുള്ള സാധനമാണ് കപ്പ. ഒരു മഞ്ഞ കളർ ഉണ്ട്, പക്ഷെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെയാ? മഞ്ഞപ്പൊടി ഇട്ടിക്കണോ? മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല, പക്ഷെ മഞ്ഞപ്പൊടി ഇടാതെ തന്നെ മഞ്ഞപ്പൊടി ഇട്ട പോലെ. ഇത് നമ്മളെ കാന്താരി ചെറിയുള്ളി ചമ്മന്തി, ഇത് മാങ്ങാച്ചാറ്, ഇത് തൈര്, ഇത് സാമ്പാറ്. സാമ്പാറിന് മാത്രം ഇനി സ്പൂൺ ഉണ്ടാവില്ല. ചായ, വെള്ളം. ആ പേപ്പറിൽ ആർക്കൊണ്ട് വെച്ചിരിക്കണം? ഇതൊക്കെ എടുത്ത് കളയണേ, ഞാൻ മാത്രം ഇതൊക്കെ എടുത്ത് കളയണേ. കുഞ്ഞാറ്റ എടുത്ത് കളയും. കുഞ്ഞാറ്റന്ന് കുറെ പഠിച്ചിരിക്കണം. ഒരു വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുക, ഞാൻ ഇങ്ങനെ എടുത്ത് കളയുക, വിളമ്പുക, ഒരു വന്ന് കഴിക്കുക. ഇതൊക്കെ എടുത്ത ന്യായ. ഞാൻ എന്തായാലും 2 ദിവസം കപ്പ എടുക്കുകയാണേ, കഴിച്ച് നോക്കാം. നല്ല എന്തുണ്ട് കേട്ടോ, എന്തിട്ടില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. സൂപ്പർ ആളല്ലേ. ഇവിടെ കൊലപാതകം നടക്കൂട്ടോ. നമ്മള് ആദ്യമായിട്ടുള്ള കോമ്പിനേഷനാണ് സാമ്പാറും കപ്പയും. കഴിച്ചു നോക്കട്ടെ കേട്ടോ. കപ്പയും സാമ്പാറും അത് നല്ല കോമ്പിനേഷനാണ്. കഴിച്ചില്ലായി. ഒരാഴ്ചക്കുള്ള സാമ്പാർ ഉണ്ടാക്കിയിട്ടാ കുറച്ച് കപ്പയും കൂടെ. ചമ്മന്തി തീരെ ഇല്ല. അസല്ല അസല്ല, ഞാൻ കഴിച്ചോട്ടെ. എനിക്ക് ചമ്മന്തി വേണ്ട. അലുവയും മത്തിക്കറിയും പോലെ. ജൈവനായിട്ടുള്ള റിവ്യൂ പറയാം. അടിപൊളി. ഉണ്ടാക്കിയ സാമ്പാറായതുകൊണ്ട് ഇങ്ങനെ തള്ളി മറിക്കുന്ന നല്ല രസമുണ്ട്. ചവച്ചക്കണ്ടേ? അപ്പൊ നിങ്ങൾക്ക് ഇത് വേണ്ട, അതിന് മാത്രം തൈര് മതി. തൈര് സൂപ്പറാണ് സാമ്പാർ. കുറുകിയ സാമ്പാറാവണം. പാത്രത്തിൽ ഒഴിച്ചു കുടുങ്ങി. എന്നാ ഒഴിച്ചെന്നതാ. ചമ്മന്തിയാണ് തീരെ ഇഷ്ടപ്പെടാത്ത. ആ കാന്താരിമാരെ അവിടെ നിന്ന് കളയണം. ഒരു എരിവില്ലാത്തൊരു വഴി കിട്ടിയത്. വെറുതെ കിട്ടിയതും പോലെ കുറ്റം പറയണം വിചാരിക്കണ്ടാവും കാന്താരിമരം. ഇതുണ്ടോ, കപ്പയും തൈരും അച്ചാറും എല്ലാം കൂടെ കൂട്ടി കഴിച്ചിട്ട് എന്തോ സാധനേ അലർജി ആയിട്ടുണ്ട്. കണ്ടോ, കുരുവായിട്ടുണ്ടാവണ കണ്ടോ. എന്താവും സംഗതി? പണ്ടുണ്ടായിരുന്നു ഇതേപോലെ പണിക്ക് പോയൊരു സ്ഥലത്ത് നിന്നേ മുരിങ്ങേൻ്റെ ഇല കൂട്ടാൻ വെച്ച് അതുപോലെ കൊടുത്തു അത്രേ. എന്നിട്ട് ഈ മുരിങ്ങൻ്റെ ഇലയും കഴിച്ചിട്ട് ഒന്ന് ഉച്ചയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പം നിറച്ച് ഇതേപോലെ പൊന്തിയിട്ട് ഭയങ്കര ചൊറിച്ചിലായിരുന്നു. അപ്പോൾ കണ്ടതാ, ഇത് കുറേ വർഷം മുന്നേ ഉണ്ടായതാണേ. പിന്നെ ഇത് ഇന്നുണ്ടാവണത്. ഇതെന്താണ് സംഗതി എന്ന് പെട്ടെന്നാണ് പൊന്തും. അതുകൊണ്ട് കുറേ സമയം ചൊറിയും. എന്നിട്ട് അത് പിന്നെ അതേപോലെ താഴ്ന്നു പോകും. അലർജിയാണ്, ഇത് എന്ത് തട്ടിയിട്ടാണെന്നുള്ളത്. പക്ഷെ എല്ലാ സാധനം കഴിച്ചത് തന്നെ അല്ലേ അല്ലേ? തൈര് കഴിക്കുന്നതാണ്, കാന്താരി കഴിക്കുന്നതാണ്, അച്ചാറ് കഴിക്കുന്നതാണ്, എന്തോ സംഗതിയാണ്. കൂടി കഴിച്ചിട്ടാവും. മാന്തണ്ട മാന്തി കഴിഞ്ഞാൽ ചൊറി ഇളകിപ്പോ. ഈ കയ്യുമ്പലുണ്ട്, അതൊരു സ്ഥലത്തുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അത് ചൊറിയും. ഞരമ്പൊക്കെ പടച്ചു പോകും ഇതേ. നോക്ക്, എന്തായാലും മാറട്ടെ.